യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നമുക്ക് ദൈവസന്നിധിയായിരിക്കുവാൻ സാധിക്കുന്ന ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രതികൂല ദിവസവും ഇത്രയും പേര് വന്നല്ലോ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ രണ്ടുപേരും ജോയി സാർ കാണുമെന്ന്, ജോയി സാർ വഴിയും പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ജോയി സാർ കാണും എന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് സഭയ്ക്ക് വേണ്ടി ഇതിൽ നിൽക്കുവാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓർത്ത് ദൈവത്തിനെ നമുക്കായിരിക്കണം. എല്ലാവരും സന്ധ്യയായി അനുഗ്രഹിക്കും. ഇന്ന് സന്ധ്യയിൽ നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിലെ 2-7 വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ നഹൂം പ്രവാചകന്റെ പുസ്തകം കേവലം 3 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഒരു പുസ്തകമാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകം അതിന്റെ ആദ്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിനവയെ കുറിച്ചുള്ള പ്രവാചകൻ, എൽക്കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകം. പ്രവാചകനായിരിക്കുന്ന നഹൂം നിനവയെ കുറിച്ച് പ്രവചിച്ച പ്രവചനമാണ് ഈ നഹൂം പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം. അതിന്റെ 1-ാമത്തെ അധ്യായം നഹൂം ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. നമുക്കറിയാം നിനവയ്ക്ക് പിന്നെ സംഭവിച്ചു എന്നാണ് ആ ഭാഗത്തേക്ക് നമുക്ക് നമുക്കറിയാം. നഹൂം ദൈവം ആരാണ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രവചനം പറയുന്നു. ദൈവം ആരാണ് 3 കാര്യങ്ങൾ മാത്രം നഹൂം പറഞ്ഞിരിക്കുന്നു. ആ 3 കാര്യങ്ങളാണ് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നഹൂം പറഞ്ഞിരിക്കുന്നത് ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നഹൂം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത 1-ാമത്തെ വെളിപ്പാടാണ്. അവനാരാണ്? തീഷ്ണതയുള്ളവനും പ്രതികാരവും എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സൃഷ്ടിയിലുള്ളതായ സകലത്തെയും അവൻ തീഷ്ണതയോടെ നോക്കിക്കാണുന്നു. ഇത് പൊതുവിൽ നമ്മൾ ചിന്തിക്കാൻ ഭയങ്കര ഒരു വിഷയം. ആ വിഷയത്തിലേക്ക് പോകട്ടെ. എന്താണ് ദൈവത്തിന്റെ തീഷ്ണത? വേദപുസ്തകം പറയുന്നത് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് പോലും, അതിനോട് ചോദിക്കുന്ന മത്സ്യങ്ങൾക്ക് പോലും മനുഷ്യനെ മാത്രമല്ല ദൈവം സംരക്ഷിക്കുന്നത്. ആ ഒരു കാക്കക്കുഞ്ഞിന്റെ കരച്ചിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളെയൊക്കെ കഷ്ടതയും പ്രയാസവും ദൈവം കാണുന്നില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും വൃഥാവാകാതെ ആ ഒരു തുള്ളിയെ പോലും സൂക്ഷിക്കുന്ന ഒരു ദൈവം, അതാണ് തീഷ്ണത. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ലായിരുന്നു. ധാരാളം തെളിവുകളാണ്. തലയിലെ ഒരു മുടി ഒഴിഞ്ഞു പോകുന്ന ഒരു ദൈവമാറിയില്ല. നമ്മളറിയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ എത്രയോ മുടി ഒഴിഞ്ഞു പോകുന്നു. പക്ഷെ അതിന്റെ ആ മുടി ഒഴിയുന്നത് പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. കാരണമല്ല, അതിന്റെ എണ്ണം ദൈവത്തിനാണ്.
അവൻ അത്രമാത്രം തീഷ്ണതയുള്ള ഒരു ദൈവമാണ്. അത്രമാത്രം നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. അത്രമാത്രം നമ്മെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മൾ വിചാരിക്കും ഈ കോടിക്കണക്കിന് മനുഷ്യരുള്ളതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഈ ദൈവം ശ്രദ്ധിക്കുന്നത്? ഈ ഹിന്ദു വിചാരത്തിൽ വിശ്വാസത്തിൽ ഈ അവര് പറയുന്ന ഒരു കാര്യം എല്ലാവരും പറയുന്നില്ല, അത് പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ്. ദൈവം ഒരാളെ അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ ഓർക്കും. പക്ഷെ ദൈവത്തിന് എല്ലാവരും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അവരുടെ വിശ്വാസം നമ്മുടെ അല്ല. അതുകൊണ്ടാണ് അവർ ചെന്നത് അവരുടെ ആചാരക്രമത്തിന്റെ ഒരു കാരണമാണ്. അവർ ചെന്നത് മണി കഴിച്ചിട്ട് അവിടെ നിന്ന് നോക്കും. അപ്പൊ ഈ ശബ്ദം കേൾക്കുമ്പോൾ കുമാരനുണ്ട് തൊടാനായിട്ട് അതിനെ മണിയടിക്കും. അപ്പൊ അങ്ങനെ ഓർമ്മപ്പെടുത്തി ദൈവത്തിന് ആരോപണങ്ങളോ പ്രാർത്ഥനയും കഴിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ദൈവം നമുക്ക് നൽകിയത്. മറിച്ച് നാം ജനിക്കുന്ന സമയം നമ്മുടെ ഉള്ളതയിൽ ദൈവത്തിന് ഉള്ളതയിൽ നമ്മെ വരച്ചിരിക്കുന്നതാണ്. അവന്റെ ഉള്ളതയിൽ വരച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയേറെ ശ്രേഷ്ഠതയുള്ള തീഷ്ണതയുള്ള ഒരു ദൈവമാണ്. നമ്മുടെ തലയിൽ ഒരു കുഴി പൊഴിയുന്നത് പോലും ദൈവം അറിയുന്നു. പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട കാര്യമാണ്. അത് മാത്രമല്ല, രണ്ടാമത് പറയുന്നത് അങ്ങനെ സംരക്ഷിക്കുന്ന ദൈവമായതുകൊണ്ട് അവൻ ശിക്ഷിക്കാൻ വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ശ്രേഷ്ഠതയോടെ ഗൗരവത്തോടെ തീഷ്ണതയോടെ അവൻ നമ്മെ പരിപാലിക്കുമ്പോൾ നാം തിരിച്ച് ആ ദൈവത്തെ ആരാധിക്കണം, സ്നേഹിക്കണം, ആ ദൈവത്തിന്റെ മക്കളായിരിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ അടുത്ത വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം തീഷ്ണതയുള്ള ദൈവമാണ്. സകലത്തെയും ശ്രദ്ധയോടെ നോക്കുന്ന ദൈവം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസാരമായി കരുതുന്നതിനെ പോലും തീഷ്ണതയോടെ ശ്രദ്ധിക്കുന്ന, പരിപാലിക്കുന്ന, കരുതുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ഒരു പ്രതികാരകൻ കൂടെ. ദൈവം പ്രതികാരകൻ കൂടെ. എന്തുകൊണ്ടാണ്? നമ്മൾ അത്രമാത്രം കരുതുന്ന ദൈവമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ വാക്യം, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളത്. അതിന്റെ താഴേക്ക് മുഴുവൻ അതിന്റെ വിശദീകരണങ്ങളായിരുന്നു. വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളത്. ശക്തിയെ കുറിച്ച് ആറാമത്തെ വാക്യം ദീർഘക്ഷമയുള്ള ദൈവം. ഈ കർത്താവ് ദീർഘക്ഷമയുള്ള കർത്താവ് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവമുള്ള ദൈവമായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ കാണുന്നത് എന്നേ നമ്മളൊക്കെ കഴിഞ്ഞു പോയാൽ, ലഭിച്ചു പോയാൽ ആ കർത്താവിന്റെ കോപം. നാം എത്രയോ പ്രാവശ്യം ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നാം ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും അനേക പ്രാവശ്യം നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ എന്തൊക്കെ കർത്താവ് ചെയ്യുന്നില്ല, എത്രയോ പ്രാവശ്യം നമ്മൾ കർത്താവിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നതാണ്. അവൻ ദീർഘക്ഷമയോടെ നമുക്കറിയാം. ദൈവം ഭൂമിയെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ സംഹാരം നടക്കുകയാണ്. പാപം ചെയ്ത, തെറ്റ് ചെയ്ത ദൈവത്തിന് സഹിക്കാതെ വരുമ്പോൾ, അതുകൊണ്ടാണ് സോദോമോറയിൽ തീയിറങ്ങിയത്. അതുകൊണ്ടാണ് ജലപ്രളയം കൊണ്ട് ദൈവം ലോകത്തെ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞത്. ആ സമയം കൊണ്ട് മനുഷ്യന്റെ ദുഷ്ടതയും മനുഷ്യന്റെ നീചപ്രവർത്തികളും മനുഷ്യന്റെ ക്രൂരത്വവും മനുഷ്യന്റെ പാപജീവിതം ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം തീ കൊണ്ടും വെള്ളം കൊണ്ടും ന്യായവിധി
എന്നാൽ ക്രിസ്തുവിന്റെ കാലം വന്നപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിലേക്ക് വന്നപ്പോൾ ആ വ്യവസ്ഥിതിക്ക് അവർക്ക് മാറ്റം വന്നു. അടിക്ക് അന്നേരം എന്തില്ല, തിരിച്ചടി, മറിച്ച് ദൈവം ദീർഘക്ഷമയോടെ നോക്കിയിരിക്കും. നാളെ നാളെ മാനസാന്തരപ്പെടും, നാളെ ദൈവവൈദ്യനാണ്, നാളെ ദൈവത്തിലേക്ക് മടങ്ങി. ആ ദീർഘക്ഷമയാണ് നമ്മളെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ ദീർഘക്ഷമയാണ് ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുവാൻ ഇടയായിരിക്കുന്നത്. അവൻ മഹാശക്തിയോടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അവനിങ്ങനെ താഴേക്ക് പറഞ്ഞിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം ദൈവം ദീർഘക്ഷമയോടും മഹാശക്തിയോടുമാണെന്ന് പറയാൻ കാരണം ഈ ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിവുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു വലിയ സത്യതയാണ് യാക്കോബ് പ്രവാചകൻ എടുത്തു പറയുന്നത്. അതിന്റെ കാര്യമാണ്, അതിന്റെ തെളിവാണ് എന്ത് നിനവയെ കുറിച്ച് പറഞ്ഞത്. നിനവയെ കുറിച്ച് യോനയോട് പറഞ്ഞു, നിനവേ എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരുടെ പാപത്താൽ നിറയപ്പെട്ട ഒരു ദേശമാണ് നിനവേ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിനവേക്ക് വിരോധമായി നീ പ്രസംഗിക്കണം. അവിടെ ദൈവത്തിന്റെ കോപം ഇറങ്ങാൻ പോവുകയാണ്. ആ ദേശത്തെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് യോനായോട് പറഞ്ഞു, യോനായെ നീ നിനവേലേക്ക് പോകണം, അവിടുത്തെ ജനത്തോട് ദൈവത്തിന്റെ ദൂതറിയിക്കണം. യോനായ്ക്ക് മനസ്സിലായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എട്ടിന്റെ പാഠം. കാരണം അവിടെ പോയി സുശേഷം പറഞ്ഞാൽ പല കാലങ്ങളിലും യോനായ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അവരോട് കൽപ്പിച്ചത് യഹോവയെ ഭയപ്പെട്ട് മാറിപ്പോയി. എന്നാലോ യോനാ പിന്നീട് അവിടെ ചെന്ന് ദൈവത്തിന്റെ സുവിശേഷമാണ് പറഞ്ഞു, ദൈവത്തെ കുറിച്ച് പറഞ്ഞു, പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തി. ജനം അത് കേട്ട് പിന്തിരിഞ്ഞു. അവൻ ജനം പിന്തിരിഞ്ഞപ്പോൾ ജനത്തിന്റെ മഹാകുറ്റം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ദീർഘക്ഷമയുള്ള അതുകൊണ്ട് നിലവിൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞതായിരിക്കുന്ന പീഡ ശിക്ഷാവിധി നിലവിൽ വന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദീർഘക്ഷമയുള്ള ദൈവം എന്നാൽ അവൻ മഹാശക്തിയുള്ള ദൈവമാണ്. എന്താ കാര്യം? അവൻ സോദോമയിലേക്ക് ജനത്തെ സുവിശേഷം പറഞ്ഞെങ്കിലും, ദൈവത്തെ കുറിച്ച് അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിലും, ദൈവത്തിന്റെ വ്യവസ്ഥിതി അവരെ പ്രസിദ്ധമാക്കിയെങ്കിലും സോദോമ ദൈവത്തെ വിട്ട് പാപം ചെയ്തു. അവർ മാനസാന്തരപ്പെട്ടില്ല. അവസരങ്ങൾ പലതും ദൈവം കൊടുക്കുക. മാനസാന്തരപ്പെടാതെ വന്നപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ആ രാജ്യത്തെ മുഴുവൻ ചുറ്റുകളഞ്ഞു. മഹാശക്തിയുള്ളത് അതിനെ അതിനെ തടഞ്ഞു നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞു. ഞാനിവിടെ പറഞ്ഞതാണെന്ന് എന്റെ വിചാരം, ഈ കോവിഡ് വന്ന സമയത്ത് ആ കോവിഡ് ലോകത്ത് മുഴുവൻ വരുന്നതിന് ഏകദേശം ഒരു 2 മാസം പുറകിൽ അമേരിക്ക പുറത്തുവിട്ടതായ ഒരുപാട് അമേരിക്ക പറഞ്ഞു, ദൈവം എന്നൊന്ന് ഇല്ല, മനുഷ്യനാണ് ദൈവം. അതിന്റെ കാരണം അമേരിക്ക പറഞ്ഞത്, മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു മേഖലയും ഇല്ല. കണ്ടുപിടുത്തങ്ങളൊക്കെ ബുദ്ധി വളർന്ന വലിയ ഒരു സംഭവമായിട്ടുണ്ട്. അമേരിക്കയാണ് ആദ്യം തല മാറ്റി വെക്കാമെന്നുള്ള ആ ചിന്ത കൊണ്ടുവന്നത് അമേരിക്ക. അത് പിന്നീട് ജർമ്മനി ഏറ്റെടുത്തു. ജർമ്മനിയാണെന്ന് തോന്നുന്നു, ജർമ്മനിയാണോ അമേരിക്കയാണോ, 2 മൃഗങ്ങളുടെ തല മാറ്റി വെച്ചു. അത് വളരെ വിജയകരമായിട്ട് അത് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അമേരിക്ക പറഞ്ഞു, ദൈവം എന്നൊന്നുമില്ല, മനുഷ്യനാണ് ദൈവം. അതോടൊപ്പം ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ബുദ്ധിയാണ് ദൈവം. അതുകൊണ്ട് ആ ദൈവം എല്ലാം മനുഷ്യന്റെ ഇല്ല, മനുഷ്യന്റെ ബുദ്ധിയുള്ളൂ. അവ ഈ ബുദ്ധി ദൈവമായതുകൊണ്ട് അത് മനുഷ്യന്റെ ആയിരിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യനാണ് ദൈവം.
ഇത് പറഞ്ഞതായിരിക്കുന്ന രാജ്യം കോവിഡിന്റെ സമയത്ത് വന്നതായ കോവിഡ് വളരെ വർദ്ധിച്ചതിന് ശേഷം ഒരല്പം കുറവ് വന്ന സമയത്ത് അവിടെ നിന്നുള്ള പല വാർത്തകൾക്കകത്ത് ജനം നടുറോട്ടിൽ മുട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഒരു നേഴ്സ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു നേഴ്സ് ആണ്. ആ നേഴ്സിന്റെ കുറെ വോയിസ് ഈ ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അവർ പറയുന്ന കാര്യം, അവരെടുത്തു പറഞ്ഞൊരു കാര്യം, ദൈവമില്ല എന്ന് പറഞ്ഞ ജനത്തെ കൊണ്ട് ദൈവമുണ്ടെന്ന് പറയുവാനായിട്ട് മനുഷ്യരൊന്നുമല്ല എന്നുള്ള ബോധ്യം അവരെല്ലാം അവരുടെ ബുദ്ധിയുടെ ഏറ്റവും അപ്രമേയത്തോട് ഇതിനെ പിടിച്ചു നിർത്താവുന്നു. അതൊന്നും സാധിക്കില്ല. കേവലം ഒരു സാനിറ്റൈസറിനകത്ത് കത്തുപോകുന്ന ഈ ജീവിയെ ആ ഒരു രോഗത്തെ പിടിച്ചു നിർത്താൻ പറ്റി. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കോപം വന്നാൽ അതിനെ എതിർത്ത് നിൽക്കുവാൻ, അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയില്ല. അവൻ മഹാശക്തിയുള്ള ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, ഏഴാമത്തെ വാക്ക്, ഒന്ന് ഞാൻ പറഞ്ഞത് അവർ തീഷ്ണതയുള്ള ദൈവമാണ്, പ്രതികാരം ചെയ്യുന്നത്. രണ്ട്, ദീർഘക്ഷമയും മഹാശക്തിയുമാണ്. മൂന്ന്, യഹോവ നല്ലവൻ, കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യഹോവ നല്ലവൻ, കഷ്ടദിവസത്തിൽ അവൻ ശരണവുമാകും. ദൈവത്തിന്റെ സ്തോത്രം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ അവൻ ശരണവും ആകും. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. തുടർന്ന് നാം നഹൂം പ്രവാചകന്റെ പ്രവചനം വായിച്ചാണ് അതിനകത്ത് ഒരിടത്ത് പോലും പിന്നെ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ ഇത്ര നല്ലവനായിരുന്നു ദൈവം. ആ ദൈവം നല്ലവനെന്ന് തെളിയിച്ചതാണ് നിനവയുടെ ചരിത്രം. പിന്നീട് ദൈവത്തിന് സ്തോത്രം. ഇത്ര പ്രതികാരം ചെയ്യുന്ന, ഇത്ര തീഷ്ണതയുള്ള, ഇത്ര ദീർഘക്ഷമയുള്ള ഈ ദൈവത്തെ മുഴുവനുമായി വരച്ചു മാറ്റിയ ഒരു ഇടമാണ് നിനവേ. അവിടെ ആ ദൈവത്തിന്റെ ഈ പ്രത്യേകതകൾ മുഴുവൻ അവരുമാനായിട്ടിടയായി. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, യോന തർശീശിലേക്ക് പോയി. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതായിരിക്കുന്ന ഈ യോനായെ അവന്റെ കൽപ്പന ലംഘിച്ചതല്ലേ, അവർ അമീനെ നോക്കാൻ വിചാരിക്കുന്നതാണ്. പക്ഷെ അവർ ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട് ആ യോന മീനിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടു. ശാസ്ത്രം പറയുന്നത് മീനിന്റെ വയറ്റിലെ, തിമിംഗലത്തിന്റെ വയറ്റിലെ ചൂടിൽ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അത്രയേറെ ചൂടാണ് തിമിംഗലത്തിന്റെ വയറിനകത്ത്. അതിനകത്തും സംരക്ഷിച്ച ഒരു ദൈവം. ദിവസം പറഞ്ഞ യോന തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചത്. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് യോന അയ്യം വിളിച്ചു. ശാസ്ത്രത്തിൽ ഇപ്പോൾ തെളിയിക്കാൻ പറ്റാത്ത കാര്യം. പക്ഷെ അവരെയും സംരക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ദീർഘക്ഷമയുള്ളവനായിക്കൊണ്ട് യോന രക്ഷ പ്രാപിച്ചു. യോന നിലവിലേക്ക് പോയി. അവൻ കഷ്ടദിവസത്തിൽ നല്ലവനായി. അത് മാത്രമല്ല, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവനാണ്. ആരാണ് കർത്താവിനെ ശരണം വെച്ചിരിക്കുന്നത് എന്ന് ദൈവം അറിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പുറമോടിയല്ല, നമ്മൾ പുറമേ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഒരുപക്ഷെ നല്ല വിശുദ്ധനായി നമുക്ക് തോന്നിയേക്കാം. ചിലരെ കണ്ടു കഴിഞ്ഞാൽ ദുഷ്ടനാണ്, ദുഷ്ടയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിച്ചു ദൈവം. ആ ഹൃദയത്തിന്റെ അകന്നാണ് ദൈവം.
ഒരുപക്ഷെ ആ ഹൃദയത്തിന്റെ വിചാരങ്ങളും വികാരങ്ങളൊക്കെ മനസ്സിലാക്കിയ ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നത് നമുക്കറിയാവുന്ന നമുക്കറിയാം. അനേക വർഷങ്ങൾ രോഗിയായിരുന്ന സ്ത്രീ അവരാരും അറിയാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ പൊങ്കൽ ശക്തി പുറപ്പെട്ടു. ആരായിരുന്നു അറിയാത്ത യേശു ദൈവമാണ് അവർ വെളിപ്പെടുത്താനായിട്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ ആരാശ്രയിക്കുന്നവരോ അവരെ തിരിച്ചറിയുകയും സക്കായി അഗ്നിയുടെ മുകളിൽ കയറി അവരവിടെ ഒളിച്ചിരുന്നത്. പക്ഷെ അവന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ആശ്രയബോധം ഉണ്ടായിരുന്നു. ഈ കർത്താവിനോടൊന്ന് സംസാരിക്കണം. ഈ കർത്താവിന്റെ കൂടെ ചെന്ന് നടത്താൻ പോകണം. അവന്റെ ഹൃദയത്തിന്റെ അകത്തെ ആഗ്രഹങ്ങളെ അറിഞ്ഞ ദൈവം വേറെ ആരും അവിടെ ആ കൂടെക്കാര്യങ്ങളെ കണ്ടില്ലായെങ്കിലും യേശു അവനെ കണ്ടു. ജനം പറഞ്ഞു, ഇവരൊരു ദൈവമായിരുന്നുവെങ്കിൽ ഈ സക്കായി ആരായിരുന്നു തിരിച്ചറിയില്ലായിരുന്നു. എന്നാൽ ആ സക്കായിയുടെ ഹൃദയത്തിന്റെ അകം തിരിച്ചറിഞ്ഞ ദൈവം യേശു ആ സക്കായിയുടെ കൂടെ പാർക്കുവാനായിട്ട് അവരെ മാത്രമല്ല വീടിന്റെ രക്ഷപ്പെടുന്നു. കർത്താവിന്റെ മക്കളായി തീരുകയാണ്. ഇതിനെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവം നമ്മെ അറിയും, നമ്മെ സ്നേഹിക്കും, കരുതുകയും ചെയ്യുന്ന ദൈവം. ഒരുപക്ഷെ നാം വിചാരിച്ചേക്കാൻ നമ്മുടെ കഷ്ടതയുടെ ആദ്യത്തിൽ ഈ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്റെ കണ്ണുനീര് കാണുന്നില്ലേ? എന്റെ വേദനകളെ മനസ്സിലാക്കുന്നില്ലേ? എന്നെ കർത്താവ് അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ മാത്രമല്ല നിന്റെ കാര്യപോലും ഞാൻ എണ്ണി വെച്ചിരിക്കുന്നു. ഞാൻ അത്ര തീക്ഷ്ണതയോടെ ശ്രദ്ധിക്കുന്നവരുന്നു. നിന്നെ കേൾക്കുന്ന, നിന്നെ കാണുന്ന, നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ ഉണ്ട്. നിന്നെ ഉള്ളവരും അനച്ചിരിക്കുന്നു എന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ധൈര്യത്തോടെ നമ്മുടെ ദൈവത്തിന്റെ ഭാഗത്തിലേക്ക് കർത്താവ് പറയുന്ന മറ്റൊരു രക്ഷയും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യേശു എന്ന രാത്രികാലം നമ്മെ കരുതുന്ന, സംരക്ഷിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ഈ കർത്താവിനെ നമ്മുടെ ശരണമാക്കണം. ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിൽ പൂർണ്ണ